ഒരു തുള്ളി രക്തം പോലും മാറ്റിവെക്കാതെ പൂർണ്ണമായി ചൊരിഞ്ഞവനെ, നിൻ സ്നേഹത്തിൻ ആഴവും നിൻ സ്നേഹത്തിൻ വീതിയും ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല, ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 39-ാമത് വാക്യത്തിനുള്ളിൽ ഒരു പ്രസ്താവന പൗലോസ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയുമരുത് എന്നുള്ളതായ പ്രസ്താവനയാണ്. മനുഷ്യന് ദൈവത്തോട് സംസാരിപ്പാനുള്ള അധികാരവും അവകാശവും ദൈവം നൽകിയിരിക്കുന്നു എന്നും ആ അധികാരത്തെ ആരും ചോദ്യം ചെയ്യുവാൻ പാടില്ലെന്നും ആ ചോദ്യം ചെയ്യൽ ഉണ്ടാകുന്നു എങ്കിൽ അത് ദൈവത്തോടുള്ള മത്സരമായിട്ടാണ് ദൈവം കണക്കാക്കുന്നത് എന്നുമാണ് വേദപണ്ഡിതന്മാരും വിശുദ്ധ പൗലോസുമൊക്കെ ഓർമ്മപ്പെടുത്തുന്നതായ പദം. ദൈവത്തോടുള്ള മത്സരം എന്ന് പറയുന്നത് മത്സരം എപ്പോഴും നാശത്തിലേക്കുള്ള വഴി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ, ജന്മം കൊടുത്ത് പോറ്റി വളർത്തിയ തലമുറകൾ മാതാപിതാക്കളോട് മത്സരിക്കുന്നതായ മത്സര ബുദ്ധിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന പദമാണ് അതിൻ്റെ 1, 2, 3 വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. ഏത് നിലകളിലും നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തതായ രക്ഷകർത്താക്കൾ ഒരു നന്മ ആഗ്രഹിച്ച് കാത്തിരിക്കുമ്പോൾ അവരോട് മറുതലിക്കുന്ന മത്സരിക്കുന്ന തലമുറകളെ ഓർപ്പിക്കുകയാണ്. കോരകനെയും കൂട്ടരെയും കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോഴും അവർ മോശയോട് മത്സരിച്ചു, ദൈവപ്രവൃത്തിക്ക് അത് തടസ്സമായി വരുവാനിടയായിത്തീർന്നു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കപ്പെട്ടത്? മത്സരത്തിൻ്റെ പരിണിത ഫലമെന്ന് പറയുന്നത് അത് താഴ്ചയ്ക്കും വീഴ്ചയ്ക്കും പരാജയങ്ങൾക്കും തകർച്ചയ്ക്കുമൊക്കെ കാരണമായിത്തീരുന്നു എന്നുള്ളത് തന്നെയാണ് ആ ഭാഗങ്ങളിലൊക്കെ കാണുന്നത്. പുതിയ നിയമത്തിനകത്തൊരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. അപ്പൻ മകനോട് പറഞ്ഞത് പൂർണ്ണമായി തിരസ്കരിച്ചുകൊണ്ട് അവൻ ബുദ്ധിമാനാണ്, ജ്ഞാനിയാണെന്ന് ചിന്തിച്ച് അപ്പനിൽ നിന്ന് കൈപ്പറ്റാവുന്നതെല്ലാം കൈപ്പറ്റി കൊണ്ടുപോകുവാനിടയായി മത്സര ബുദ്ധിയോടുകൂടിയാണ് താൻ മുൻപോട്ട് പോകുവാനിടയായത്. തൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയാണ് നമുക്ക് പിന്നത്തേതിൽ കാണുവാൻ സാധിക്കുന്നത്. ക്ഷമാപണത്തോടെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നിരിക്കുന്ന മകനെയും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ജന്മം തന്നവരോടും നമ്മെ പോറ്റി വളർത്തിയവരോടും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോടും നമ്മെ നാം ആക്കി തീർത്ത ദൈവത്തോടും ഒരിക്കലും മത്സരിക്കുന്നവരായി നാം തീരാതെ അവരെ സ്നേഹിക്കുന്നവരും അവരെ അനുസരിക്കുന്നവരും ആ നിലകളിൽ ജീവിതയാത്രയുടെ ഓരോ ദിനരാത്രങ്ങളും മുൻപോട്ട് പോകുന്നവരുമായി തീരുന്നു എങ്കിൽ അത് നമുക്ക് അനുഗ്രഹവും നന്മയും വിടുതലുമായി തീരുവാനിടയായിത്തീരും എന്ന് തിരിച്ചറിഞ്ഞ് നാം മത്സരഗ്രഹമായിട്ടല്ല അനുസരണമുള്ള മക്കളായി തീരുവാൻ നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. സ്നേഹമുള്ള ദൈവമേ, മത്സരിച്ച് നാശത്തിലേക്ക് പോകുന്നവരായിട്ടല്ല,
ഞങ്ങൾ അനുസരിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.